പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും പ്രസാദിപ്പിക്കാനുള്ള ഏതൊക്കെ തരത്തിലുള്ള വിശേഷാലായിട്ടുള്ള വഴിപാടുകളാണ് എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു അറിവിലേക്കാണ് ഇവിടെ നടക്കുന്ന വിശേഷാൽ വഴിപാടുകൾ ഗുരുതി പൂജകളും മഹാനിവേദ്യ പൂജകളും ആണ് സ്വാമിക്ക് ഏറ്റവും ഇഷ്ട വഴിപാടുകളായിട്ട് സമർപ്പിക്കാറുള്ളത്. അതിൽ മഹാഗുരുതി പൂജ എന്ന് പറയുന്നത് ശത്രു സംഹാരവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണം, നമ്മളിപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്കുള്ള തടസ്സങ്ങൾ നീങ്ങി നമുക്കൊരു നല്ല ഒരു ജീവിതം ഉണ്ടാവാനും ധൈര്യം ഉണ്ടാവാനും മാനസികപരമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് സർവ ശത്രു ദോഷങ്ങളും മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതിനു വേണ്ടി നടത്തുന്ന അതിവിശേഷാലായിട്ടുള്ള പൂജയാണ് മഹാശത്രു സംഹാര ഗുരുതി പൂജ. ഇത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും വൈകിട്ട് 8 മണിക്ക് ശേഷമാണ് അത് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ അത് അർദ്ധരാത്രികളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതായത് സ്വാമിക്ക് ഏറ്റവും ശക്തിയുള്ള സമയത്ത് സ്വാമിയുടെ ഒപ്പം വരുന്ന, സ്വാമിക്ക് എപ്പോഴും കൂടെയുള്ള ചാത്തന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ പൂജയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതിലേക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുന്ന ആൾക്കാർ അവരുടെ പേരും നാളും ഫോട്ടോയും അവർ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണതെന്നും കൂടി മെസ്സേജ് ചെയ്തിട്ടാണ് അവരിപ്പോൾ പൂജകൾ ബുക്ക് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും വരാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരവുമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ പ്രശ്നം അവർക്ക് മാറ്റി അതിലൊരു അനുഭവം ഉണ്ടാക്കി, അതിൻ്റെ ഒരു ശക്തി അവർ അനുഭവം ഉണ്ടാക്കിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും അവരെ ബാധിച്ച എല്ലാ ദോഷങ്ങളും മാറ്റുന്ന ഒരു പൂജയായതുകൊണ്ട് തന്നെ ആ പൂജ കഴിഞ്ഞതിന് ശേഷം ആ അവരാഗ്രഹിച്ച കാര്യത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ ദോഷങ്ങളോ ദുരിതങ്ങളോ അവർ വേറെ എന്തെങ്കിലും വിശേഷാൽ വഴിപാടുകളോ ഹോമപൂജകളോ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കി അതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ അടക്കം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് താല്പര്യമുള്ളവർ ചെയ്യാറുണ്ട്, ചിലരിവിടെ നേരിട്ട് വന്നും ചെയ്യാറുണ്ട്. ഇതാണ് ആ പൂജയുടെ പ്രത്യേകത. നമ്മൾക്ക് എന്താണ് പ്രശ്നമുള്ളത്, ആ പ്രശ്നത്തിന് എന്താണ് നമുക്കൊരു സൊല്യൂഷൻ, അതെങ്ങനെ നമുക്ക് കണ്ടെത്തിക്കൊണ്ട് അതെങ്ങനെ നേടിയെടുക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം നോക്കി അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പൂജയാണ് മഹാശത്രു സംഹാര ഗുരുതി പൂജ. പിന്നെ വരുന്നത് ഇഷ്ടനിവേദ്യങ്ങളാണ്. സ്വാമിക്ക് ചാത്തന്മാർക്കും അവർക്ക് സംതൃപ്തിയായിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശേഷാലായിട്ടുള്ള നിവേദ്യങ്ങൾ അർപ്പിച്ചിട്ടുള്ള പൂജകളാണ് മഹാനിവേദ്യ പൂജകൾ. അത് എല്ലാ ദിവസവും ഉണ്ട്. അത് സർവൈശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ കുടുംബത്തിന് ഐക്യം ഉണ്ടാവുക, കലഹങ്ങൾ ഇല്ലാതിരിക്കുക, രോഗദുരിതങ്ങൾ മാറുക, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവുക എന്ന നമ്മൾക്ക് സർവമായിട്ടുള്ള ഒരു ഐശ്വര്യത്തിന് പ്രദാനം ചെയ്യുന്ന, നമുക്ക് കിട്ടിയ ഐശ്വര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എപ്പോഴും ഒരു പ്രമാണിയായിട്ട് ജീവിക്കാനൊക്കെ ആയിട്ട് വേണ്ടി വരുന്ന പൂജയാണ് നിവേദ്യ പൂജകൾ. അപ്പോൾ അത് ശാക്തേയ നിവേദ്യ പൂജകളാണ്. അതുമാണ് ഭയങ്കര വിശേഷാലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കാര്യവിജയം, പല തടസ്സങ്ങളും നീങ്ങി നമുക്ക് കയറിപ്പോകണം, നമുക്ക് വിജയിച്ചു മുന്നേറണം, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് തടസ്സം നീങ്ങണം, ശത്രുക്കളുടെ ദോഷദുരിതങ്ങൾ മാറണം, പലരുടെയും ആഭിചാര കർമ്മങ്ങൾ, കൂടോത്രങ്ങൾ, ഇങ്ങനെ വരുന്ന പലതരത്തിലുള്ള കണ്ണേറുകളും പലതരത്തിലുള്ള നമ്മളുടെ പ്രവർത്തനത്തിനെ ബന്ധിപ്പിച്ചിടുന്ന ആ കെട്ടുബാധ ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടാണ് മഹാഗുരുതി പൂജകൾ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ വിശേഷാലായിട്ട് ചെയ്യുന്ന സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന വഴിപാടുകൾ അതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യം നേടിയെടുക്കാൻ, എനിക്ക് ബിസിനസ്സിൽ ഇന്ന വിജയം, റിയൽ എസ്റ്റേറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അവരുടെ പ്രണയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ള സത്യസന്ധമായിട്ടുള്ള അവരുടെ പ്രണയ സാഫല്യം, അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ സൗഖ്യം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുമുള്ള വിശേഷാലായിട്ട് നമ്മൾ പെർട്ടിക്കുലറായി ചെയ്യുന്ന അതിവിശേഷാലായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ആൾക്കാരെ നോക്കി അവരുടെ ഉദ്ദേശശുദ്ധി, അവര് കറക്റ്റായിട്ട് തന്നെ സ്വാമിയെ വിശ്വസിക്കുന്നവരാണോ, എന്താണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അതൊക്കെ അനലൈസ് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഇതാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നടത്തുന്ന
അതിവിശിഷ്ടമായിട്ടുള്ള പൂജകൾ ഭയങ്കര പവർഫുൾ ആണ്. ആ പൂജയുടെ ഭാഗമായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഭാഗമാവാം, നിങ്ങൾക്ക് നേരിട്ട് വന്നതിന്റെ ഭാഗമാവാം. അതുപോലെ തന്നെ ഇപ്പൊ പൂയാറ ശ്രീ വിഷ്ണുമായ മഠത്തില് നടക്കുന്ന അമാവാസി പൂജയും പൗർണമി പൂജയും അതെല്ലാ ഐശ്വര്യത്തിനും, അമാവാസിക്കാവുമ്പോൾ ശത്രുസംഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു പെർട്ടിക്കുലർ കാര്യങ്ങളുടെ ഫൈനൽ സ്റ്റേജ്, ഏത് പൂജകൾ ചെയ്താലും അതിൽ ഏറ്റവും ശക്തിയിൽ ആ കർമ്മം നടത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അമാവാസി ദിവസങ്ങൾ. അത് വളരെ ലേറ്റ് നൈറ്റ് ഒക്കെ ആയിട്ടാണ് ഇവിടെ പൂജകൾ. 12 മണി, ചില ദിവസങ്ങളിൽ അത് 2 മണി 3 മണിയൊക്കെ ആയിട്ടാണ് ആ പൂജകൾ കഴിയുക. അത്രയും പവർഫുൾ ആയിട്ടുള്ള പൂജ. അതിലൊന്നും പബ്ലിക്കിന് പങ്കെടുക്കാനായിട്ട്, സ്വാമിയെ സന്തോഷിപ്പിക്കുന്ന പൂജകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ചാത്തന്മാരെ സന്തോഷിപ്പിക്കുന്ന പൂജകളാണ് ചെയ്യുന്നത്. അത് എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് അതിന്റെ ശക്തി ഉപയോഗിക്കാനും ശക്തിപ്പെടുത്തിയിട്ടുള്ള, അപ്പൊ ആ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള വളരെ വിശേഷമായിട്ട് എപ്പോഴും വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. പകലരുത് എന്നാണ് പറയുന്നത്. ശരിക്കും പകലരുത്, നമുക്ക് വിശപ്പുണ്ടാകുമല്ല, പശിയരുത്, അതുപോലെ പറയരുത്, ഇതിനെപ്പറ്റി വേറൊരാളുടെ അടുത്ത് പറയരുത് എന്ന് പറയുന്ന പോലത്തെ രഹസ്യ സ്വഭാവം, എല്ലാം കൊണ്ടും രഹസ്യ സ്വഭാവം ഉണ്ടാവാണ് ശക്തി കൂടുന്നതായിട്ടുള്ള അനുഭവങ്ങളുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അതിശക്തമായ കർമ്മങ്ങൾ അത് പലർക്കും പല ആവശ്യങ്ങളാവും, അതൊക്കെ ചെയ്യുന്ന അമാവാസ്യ ദിവസങ്ങൾ. അതുപോലെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പീക്കായിട്ട് നമുക്ക് വലിയൊരു കാര്യം നടത്തിയെടുക്കുന്നതിന് മൂവ്മെന്റ് ആയിട്ട് എന്താണ് സർവ്വ ഐശ്വര്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പൗർണമി ദിവസത്തിലുള്ള പൂജകളാണ്. അപ്പൊ ആ പൂജകളും അതിനുവേണ്ടി നമ്മൾ ഇവിടെ വിശേഷാലായിട്ട് ചെയ്യുന്നത്, അതും നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ വിശേഷാലായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാവട്ടെ, എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ, അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. ഇങ്ങനെ ശക്തിപ്പെടുത്തിയിട്ടുള്ള കയ്യിൽ വെക്കുന്ന യന്ത്രങ്ങൾ, ഓരോ വ്യക്തിയും എന്തൊക്കെ മന്ത്രങ്ങൾ ചൊല്ലിയാൽ, ഏത് രീതിയിൽ സ്വാമിയെ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാൽ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ വരുന്ന എന്നെ കണ്ട് സംസാരിച്ചുള്ള ആൾക്കാർക്ക് അവർ അർഹരാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. ശക്തിപ്പെടുത്തിയിട്ടുള്ള ചക്രങ്ങൾ കൊടുക്കാറുണ്ട്. സ്പെഷ്യൽ വിശേഷാലായിട്ട് നമ്മളുടെ ലോക്കറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ആ ലോക്കറ്റിനൊക്കെ പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്, എൻ്റെ ഭാര്യയും മക്കളും അത് ധരിക്കുന്നതാണ്. നമുക്കത് അനുഭവമായതുകൊണ്ടാണ് നമ്മൾ വേറൊരാളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു സയൻസും ഉണ്ട്, അതിൻ്റെ പിന്നിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, അതിന് അതിൻ്റെതായ രഹസ്യ സ്വഭാവങ്ങളുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകപരമായിട്ടുള്ള വൃതാ അനുഷ്ഠാനങ്ങൾ എടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അതൊന്നും ഒരിക്കലും അശുദ്ധിയാവാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. അത് ഉപയോഗിച്ചതിന്റെ പേരിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എന്നാലും അർഹരായിട്ടുള്ള ആൾക്കാരെ നോക്കി തന്നെയാണ് നമ്മളത് കൊടുക്കാറുള്ളത്. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പൊയ്യാറമഠത്തിലെ വിഷ്ണുവായ സ്വാമിയോടും ചാത്തന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.